ഹോസിയ അധ്യായം 12. ഇസ്രായേലിന്റെ പാപങ്ങൾ. എഫ്രായിം കാറ്റിനെ മേയ്ക്കുന്നു, ദിവസം മുഴുവൻ കിഴക്കൻ കാറ്റിനെ അനുധാവനം ചെയ്യുന്നു. അവർ വ്യാജവും അക്രമവും വർദ്ധിപ്പിക്കുന്നു, അസറിയായുമായി ഉടമ്പടി ചെയ്യുന്നു. ഈജിപ്തിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നു. കർത്താവിന് യൂദായ്ക്കെതിരെ ഒരു ആരോപണമുണ്ട്. യാക്കോബിനെ അവൻ്റെ മാർഗങ്ങൾക്കനുസൃതമായി അവിടുന്ന് ശിക്ഷിക്കും. അവന് പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകും. ഉദരത്തിൽ വെച്ച് അവൻ സഹോദരൻ്റെ കുതികാൽ പിടിച്ചു. പുരുഷപ്രായമായപ്പോൾ അവൻ ദൈവത്തോട് പൊരുതി. അവൻ ദൈവദൂതനോട് പൊരുതി ജയിച്ചു. കരഞ്ഞ് അവൻ്റെ അനുഗ്രഹം യാചിച്ചു. ബേഥേലിൽ വെച്ച് അവൻ ദൈവത്തെ ദർശിച്ചു. അവിടെ വെച്ച് ദൈവം അവനോട് സംസാരിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ആകയാൽ നിന്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക. നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക. നിന്റെ ദൈവത്തിനു വേണ്ടി നിരന്തരം കാത്തിരിക്കുക. കയ്യിൽ കള്ളത്തുലാസുള്ള വ്യാപാരി മർദ്ദനപ്രിയനാണ്. എഫ്രായിം പറഞ്ഞു, ഞാൻ ധനവാനാണ്, ഞാൻ എനിക്ക് വേണ്ടി ധനം സമ്പാദിച്ചു. എന്നാൽ അവൻ്റെ സമ്പത്ത് എല്ലാം കൊടുത്താലും അവൻ്റെ തിന്മയ്ക്ക് പരിഹാരമാവുകയില്ല. നീ ഈജിപ്ത് ദേശത്തായിരുന്ന നാൾ മുതൽ ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. പഴയ നാളുകളിലെന്ന പോലെ നിങ്ങളെ ഞാൻ വീണ്ടും കൂടാരങ്ങളിൽ വസിപ്പിക്കും. ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ചു, ദർശനത്തിന് മേൽ ദർശനമരുളിയതും പ്രവാചകന്മാർ വഴി അന്യോപദേശങ്ങൾ നൽകിയതും ഞാനാണ്. ഗിലെയാദിൽ അകൃത്യമില്ലേ? അവർ ശൂന്യതയിലാണ്. ഗിൽഗാലിൽ അവർ കാളകളെ ബലികഴിക്കുന്നില്ലേ? അവരുടെ ബലിപീഠങ്ങൾ വയലിലെ ഉഴവുചാലിലുള്ള കൽക്കൂവാരങ്ങൾ പോലെയായിത്തീരും. യാക്കോബ് ആരാം ദേശത്തേക്ക് പലായനം ചെയ്തു. അവിടെ ഇസ്രായേൽ ഭാര്യയെ നേടാൻ വേണ്ടി ജോലി ചെയ്തു. ഭാര്യയെ സമ്പാദിക്കാൻ വേണ്ടി അവൻ ആടുകളെ മേയിച്ചു. ഒരു പ്രവാചകൻ വഴി കർത്താവ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു പ്രവാചകനാൽ അവർ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. എഫ്രായിം കഠിനമായ പ്രകോപനം ഉണ്ടാക്കി. ആകയാൽ രക്തത്തിനുള്ള ശിക്ഷ കർത്താവ് അവൻ്റെ മേൽ ചൊരിയും. അവൻ്റെ ബന്ധനങ്ങൾ അവനിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും. ഹോസിയ അധ്യായം 13. ഇസ്രായേലിൻ്റെ അന്തിമവിധി. എഫ്രായിം സംസാരിച്ചപ്പോൾ ആളുകൾ വിറച്ചു. അവർ ഇസ്രായേലിൽ സമുന്നതനായിരുന്നു. എന്നാൽ ബാൽ നിമിത്തം അവൻ പാപം ചെയ്തു. അവൻ മരിച്ചു. അവർ ഇപ്പോൾ കൂടുതൽ പാപം ചെയ്യുന്നു. തങ്ങൾക്ക് വേണ്ടി വാർപ്പുവിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നു. വെള്ളി കൊണ്ട് വിദഗ്ധമായി നിർമ്മിച്ച ബിംബങ്ങൾ. അവയെല്ലാം ശില്പിയുടെ കരവേല മാത്രം. അവയ്ക്ക് ബലിയർപ്പിക്കാൻ അവർ ആവശ്യപ്പെടുന്നു. മനുഷ്യർ കാളക്കുട്ടികളെ ചുംബിക്കുന്നു. അതുകൊണ്ട് അവർ പ്രഭാതത്തിലെ മൂടൽ മഞ്ഞ് പോലെയോ മെതിക്കളത്തിൽ നിന്ന് പറത്തിക്കളയുന്ന പതിര് പോലെയോ പുകക്കുഴലിൽ നിന്നുയരുന്ന പുക പോലെയോ ആയിത്തീരും. നീ ഈജിപ്ത് ദേശത്തായിരുന്ന നാൾ മുതൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. എന്നെയല്ലാതെ മറ്റൊരു ദൈവത്തെ നീ അറിയുന്നില്ല. ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. മരുഭൂമിയിൽ വെച്ച് വരണ്ട ദേശത്ത് വെച്ച് നിന്നെ അറിഞ്ഞത് ഞാനാണ്. എന്നാൽ അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം അഹങ്കരിക്കുകയും അവർ എന്നെ വിസ്മരിക്കുകയും ചെയ്തു. ആകയാൽ ഞാൻ അവർക്ക് ഒരു സിംഹത്തെ പോലെയായിരിക്കും. പുള്ളിപ്പുലിയെ പോലെ വഴിയരികിൽ ഞാൻ പതിയിരിക്കും. കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെട്ട കരടിയെ പോലെ ഞാൻ അവരുടെ മേൽ ചാടി വീഴും. അവരുടെ മാറിടം ഞാൻ വലിച്ചു കീറും. സിംഹത്തെ പോലെ ഞാൻ അവിടെ വെച്ച് അവരെ വിഴുങ്ങും. വന്യമൃഗത്തെ പോലെ അവരെ ഞാൻ ചീന്തിക്കളയും. ഇസ്രായേൽ, നിന്നെ ഞാൻ നശിപ്പിക്കും. ആർക്ക് നിന്നെ സഹായിക്കാൻ കഴിയും?
നിന്നെ രക്ഷിക്കാൻ നിന്റെ രാജാവ് എവിടെ? നിന്നെ സംരക്ഷിക്കാൻ പ്രഭുക്കന്മാർ എവിടെ? എനിക്ക് രാജാവിനെയും പ്രഭുക്കന്മാരെയും തരിക എന്ന് നീ ആരെക്കുറിച്ച് പറഞ്ഞുവോ അവർ എവിടെ? എൻ്റെ കോപത്തിൽ നിന്ന് നിനക്ക് ഞാൻ രാജാക്കന്മാരെ തന്നു. എൻ്റെ ക്രോധത്തിൽ ഞാൻ അവരെ നീക്കം ചെയ്തു. എഫ്രായിമിൻ്റെ അകൃത്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ പാപത്തിൻ്റെ കണക്ക് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. അവന് വേണ്ടിയുള്ള ഈറ്റുനോവ് തുടങ്ങി. പക്ഷേ അവൻ ബുദ്ധിഹീനനായ ശിശുവാണെന്ന് തെളിയിച്ചു. അവൻ യഥാസമയം പുറത്തേക്ക് വന്നില്ല. പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കുകയോ മരണത്തിൽ നിന്ന് ഞാൻ അവർക്ക് മോചനമരുളുകയോ? മരണമേ, നിന്റെ മഹാമാരികളെവിടെ? പാതാളമേ, നിന്റെ സംഹാരമെവിടെ? അനുകമ്പ എൻ്റെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഞാങ്ങണ പോലെ അവൻ തഴച്ചു വളർന്നാലും കിഴക്കൻ കാറ്റ്, കർത്താവിൻ്റെ കാറ്റ് മരുഭൂമിയിൽ നിന്ന് ഉയർന്നു വരും. അവൻ്റെ നീരുറവ വറ്റിപ്പോകും. അവൻ്റെ അരുവി വരണ്ടുപോകും. അത് അവൻ്റെ ഭണ്ഡാരത്തിൽ വിലപിടിപ്പുള്ളതെല്ലാം കവർന്നെടുക്കും. സമരിയ തൻ്റെ തെറ്റിനെ ശിക്ഷ ഏൽക്കണം. അവൾ തൻ്റെ ദൈവത്തെ ധിക്കരിച്ചു. അവൾ വാളിനിരയാകും. അവരുടെ കുഞ്ഞുങ്ങളെ നിലത്തടിച്ചു കൊല്ലും. അവരുടെ ഗർഭിണികളെ കുത്തിപ്പിളരും.